ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. നമുക്ക് കൈകൾക്ക് അല്ലെങ്കിൽ കാലുകൾക്ക് ഇതുവരെ തരിപ്പ് അനുഭവപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് കൈകാലുകൾ തരിക്കാറുണ്ട്. ചിലപ്പോൾ രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ കൈ തലയുടെ അടിയിൽ വെച്ച് കിടന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൈക്ക് നല്ല തരിപ്പ് അനുഭവപ്പെടുന്നവരുണ്ട്. അതുപോലെ തന്നെ കാല് നമ്മൾ കുറച്ച് നേരം അനക്കാതെ വെച്ചിരിക്കുമ്പോഴാണെങ്കിൽ കാലുകൾ തരിപ്പ് അനുഭവപ്പെടാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നത് മൂലമുണ്ടാകുന്ന താൽക്കാലികമായിട്ടുള്ള തരിപ്പുകളാണ്. പക്ഷേ ഇതല്ലാതെ നമുക്ക് ഇടക്കിടക്ക് കൈകാലുകളിൽ തരിപ്പ് അനുഭവപ്പെടുന്നുണ്ട്, വേദന അനുഭവപ്പെടുന്നുണ്ട്, അതുപോലെ കുത്തൽ അനുഭവപ്പെടുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാം. നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ഇത് നമുക്ക് എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, ഇതിനുള്ള വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ എന്തൊക്കെയാണ് ഒക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. കൈകാലുകളിൽ ഉണ്ടാവുന്ന ഈ തരിപ്പ്, മരവിപ്പ്, വേദന, അതുപോലെ പുകച്ചിൽ, ഇതൊക്കെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് ഇത് ഉണ്ടാവാം. ഇതിനെ നമുക്ക് കോമൺ ആയിട്ട് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയാം. ഈ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത് പെരിഫറൽ നെർവ്സിനെ ഡാമേജ് ഉണ്ടാവുന്നത് മൂലം, പെരിഫറൽ നെർവ്സിന് ഡാമേജ് സംഭവിക്കുന്നത് മൂലം നമുക്ക് വരുന്ന പ്രശ്നങ്ങളാണ്. പെരിഫറൽ നെർവ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ ബോഡിയിൽ രണ്ട് നെർവസ് സിസ്റ്റം ആണുള്ളത്. ഒന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം, അതുപോലെ തന്നെ ഒന്ന് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെയും അതുപോലെ സ്പൈനൽ കോഡിലെയും നെർവുകളാണ്. ഇനി ഈ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും നമ്മുടെ ശരീരഭാഗങ്ങളിലേക്ക് പോകുന്ന നെർവുകളൊക്കെ കൂടിയതാണ്. അപ്പോൾ ഈ നെർവുകളിൽ ഉണ്ടാവുന്ന ഡാമേജ് മൂലം ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ പെരിഫറൽ ന്യൂറോപ്പതി എന്ന് കോമൺ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ പെരിഫറൽ ന്യൂറോപ്പതിക്ക് പല കാരണങ്ങളും ഉണ്ട്. അത് നമുക്ക് നോക്കാം. ഏതൊക്കെ കണ്ടീഷൻസ് ആണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ പെരിഫറൽ ന്യൂറോപ്പതി രണ്ട് ടൈപ്പായിട്ടാണ് വരാറുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ നെർവ്സിൽ ഉണ്ടാവുന്ന ന്യൂറോൺസിനെ കവർ ചെയ്തിട്ടുള്ള മൈലിൻ ഷീറ്റിന് ഡാമേജ് വരുന്നത് മൂലം നമുക്ക് നെർവ്സിന് പ്രശ്നം വരാം. അതല്ല എങ്കിൽ നമ്മുടെ ന്യൂറോൺസിന് തന്നെ ഡാമേജ് വന്നിട്ട് അതിലുണ്ടാവുന്ന ആക്സോൺ, നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും ചെറിയ ക്ലാസ്സുകളിലൊക്കെ. ന്യൂറോൺസിന് 2-3 പാർട്സ് ഉണ്ട്. ബോഡി, അതുപോലെ സെൽ ബോഡി, ആക്സോൺ എന്നൊക്കെ പറയുന്ന പാർട്ടുകളുണ്ട്. അപ്പോൾ ഈ ആക്സോണിന് ഡാമേജ് വരുന്നത് മൂലവും നമുക്കിങ്ങനെ നെർവ്സിന് ഡാമേജ് വരാറുണ്ട്. അപ്പോൾ ഈ രണ്ട് തരത്തിലാണ് നമുക്ക് നെർവ്സിന് ഡാമേജ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഡയബറ്റീസ് ആണ്. ടൈപ്പ് 2 ഡയബറ്റീസ് ഒരുപാട് നാളായിട്ട് ഉള്ളവരാണെങ്കിൽ, ബ്ലഡ് ഷുഗർ ലെവൽ നല്ല ഉയർന്ന രീതിയിൽ തുടരുന്നവരാണെങ്കിൽ നമ്മുടെ നെർവ്സിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കുറയുകയും അതുമൂലം അവർക്ക് നെർവ് ഡാമേജ് ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഒരു കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ആൽക്കഹോൾ കൺസംഷൻ ഉള്ളവരിലാണ് ഇവർക്കും നെർവ് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പിന്നെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ഡെഫിഷ്യൻസി മൂലമാണ്. B12 വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി മൂലം, B1ൻ്റെ ഡെഫിഷ്യൻസി മൂലം, അതുപോലെ B6ൻ്റെ ഡെഫിഷ്യൻസി മൂലവും B6 അധികമാവുന്നത് മൂലവും നമുക്ക് ഈ ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. ഈ B12ൻ്റെ ഡെഫിഷ്യൻസി മൂലമുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ. അതിന് വേണ്ട ഫുഡ് ഐറ്റംസ് ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടും നമുക്ക് നെർവിന് ഡാമേജ് വരാം. നമുക്കിതുപോലുള്ള കൈകാല തരിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാവുന്നതാണ്. പിന്നെ റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻ ഒരുപാട് നാളായിട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കീമോതെറാപ്പി ചെയ്യുന്നവർക്ക്, പിന്നെ ചില കണ്ടീഷൻ, ഇപ്പോൾ ഗൗട്ടിലൊക്കെ ഒരുപാട് നാളായിട്ട് ആൻറ്റിബയോട്ടിക് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അവർക്കും ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഈ നെർവ് ഡാമേജ് വന്നിട്ട് കൈകാലുകൾ തരിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ഒരു ഇഞ്ചുറി നമ്മുടെ നെർവ്സിന് പറ്റുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം വരാം. അത് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ ഈ ട്യൂമേഴ്സ് മൂലം നമ്മുടെ നെർവ് കംപ്രസ് ആയിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. പിന്നെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷൻ ആണ്. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ അത് നെർവിനെ ഡാമേജ് ചെയ്യിക്കുകയും ഇതുപോലുള്ള കൈകാല തരിപ്പ്, മരവിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. പിന്നെ പ്രഗ്നൻസിയിൽ ഇതുപോലെ കാണാറുണ്ട്. പ്രഗ്നൻസിയിൽ നമുക്ക് നീർക്കെട്ട്, ബോഡി മൊത്തം ചിലപ്പോൾ നീർക്കെട്ട് ഉണ്ടാവാം. ഇതുമൂലം നമുക്ക് ഈ ഒരു കൈകാൽ തരിപ്പ് പ്രശ്നങ്ങൾ അനുഭവപ്പെടാറുണ്ട്. പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നതിൽ നമുക്ക് ഒരു നെർവിനെയോ അല്ലെങ്കിൽ ഒരുപാട് നെർവ് കൂട്ടങ്ങളെയോ എഫക്റ്റ് ചെയ്ത് അസുഖങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ സിംഗിൾ നെർവിനെയൊക്കെ ആണെങ്കിൽ നമുക്ക് സയാറ്റിക്ക,
കാലിലേക്കുള്ള നെർവായ സയാറ്റിക്കിനെ ബാധിക്കുമ്പോഴാണ് സയാറ്റിക് ന്യൂറോപ്പതി ആവുന്നത്. ഇത് നമ്മുടെ കാലുകൾക്ക് തരിപ്പ് മരവിപ്പ് പോലുള്ള സിംറ്റംസ് ആണ് ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മുടെ കൈകളിലുള്ള നെർവ്, അതായത് മീഡിയൻ നെർവിന് പ്രശ്നങ്ങൾ വരുമ്പോൾ മീഡിയൻ നെർവ് കംപ്രസ് ആവുന്നത് മൂലം നമുക്ക് കാർപ്പൽ ടണൽ പോലുള്ള അസുഖങ്ങൾ വരാവുന്നതാണ്. ഈ മീഡിയൻ നെർവ് ബാധിക്കുമ്പോൾ നമ്മുടെ കൈകൾക്കാണ് പ്രശ്നങ്ങൾ വരിക. കൈകളിൽ തരിപ്പ് മരവിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാം. അതുപോലെ നമ്മുടെ കാലിലേക്കുള്ള ഫിമോറൽ ആർട്ടറിനെ ബാധിക്കും. ഫിമോറൽ നെർവിനെ ബാധിക്കുമ്പോഴും ഇതുപോലെ ഫിമോറൽ ന്യൂറോപ്പതി, കാലിലേക്കുള്ള പ്രശ്നങ്ങൾ വരാം. അങ്ങനെ നമ്മളുടെ ഏത് നെർവിനെയാണ് ബാധിക്കുന്നത് അല്ലെങ്കിൽ ഏത് നെർവിനാണ് ഡാമേജ് ഉണ്ടാവുന്നത് അതനുസരിച്ചാണ് നമ്മുടെ സിംറ്റംസ് ഉണ്ടാവുന്നത്. ഇപ്പോൾ കാലിലേക്ക് ഉള്ള നെർവിനാണെങ്കിൽ നമുക്ക് കാലുകൾക്ക് മാത്രമാണ് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവുക. ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് നെർവിനെയും ഇതുപോലെ ബാധിക്കാവുന്നതാണ്. അങ്ങനെ ഗ്രൂപ്പ് ഓഫ് നെർവ്സിനെ ബാധിക്കുമ്പോൾ നമുക്ക് പല സിംറ്റംസും ഒരുമിച്ച് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് കൈകാൽ തരിപ്പ് മരവിപ്പ് പോലുള്ള പ്രശ്നങ്ങളല്ലാതെ നമ്മുടെ മസിൽസിനും ചിലപ്പോൾ വീക്ക്നെസ് ഉണ്ടാവാം, മസിൽ അട്രോപ്പി അതായത് മസിൽ ചുരുങ്ങിപ്പോവാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഈ നെർവ് ഡാമേജ് മൂലം വരാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ചിലരിൽ കാണാറുണ്ട്, ഡൈജഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ വരാറുണ്ട് ചിലരിൽ. ഇത് ഏത് നെർവിനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സിംറ്റംസ് ഉണ്ടാവുക. സിംറ്റംസ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രത്തിനെ കുറിച്ചും സയാറ്റിക്കിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കൂ. ഞാൻ ഐക്കാർട്ടിൽ കൊടുക്കാം, നിങ്ങളത് കണ്ടു നോക്കൂ. ഇത് നമ്മൾ അതനുസരിച്ചിട്ട് ഇപ്പോൾ കാർപ്പൽ ടണൽ സിൻഡ്രം ആണെങ്കിൽ നമ്മുടെ കയ്യിലായിരിക്കും വേദന വരിക. അതുപോലെ നമ്മുടെ നെക്കിന് പിറകിൽ നമുക്ക് വേദന ഉണ്ടെങ്കിൽ, നമ്മൾ സ്പോണ്ടൈലോസിസ് ഉണ്ട്, സർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കൈകളിലേക്കുള്ള നെർവിനെ ബാധിച്ചിട്ട് കൈകൾക്ക് പ്രശ്നം വരാം. നമ്മുടെ ലോവർ ബാക്കിന് പ്രശ്നമുണ്ടെങ്കിൽ അവിടുത്തെ ഗ്രൂപ്പ് ഓഫ് നെർവ്സിനെ ബാധിച്ചിട്ട് നമുക്ക് കാലുകളിലേക്ക് പ്രശ്നം വരാം. അപ്പോൾ അത് നമ്മുടെ സിംറ്റംസ് എന്ന് പറയുന്നത് അതിനെ എവിടെയാണോ ബാധിക്കുന്നത് അതനുസരിച്ചിട്ടാണ് സിംറ്റംസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കിഡ്നി പ്രോപ്പറായിട്ട് നമ്മുടെ വേസ്റ്റ് മാനേജ് ചെയ്യുന്നില്ലെങ്കിൽ, വേസ്റ്റ് പുറന്തള്ളപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു നെർവ്സിനെ ബാധിച്ചിട്ട് നമുക്ക് ഇതുപോലെ കൈകാൽ തരിപ്പ് മരവിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാറുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനെ നമ്മൾ പ്രോപ്പറായിട്ട് എന്താണ് ഇതിനുള്ള കോസ് എന്ന് കണ്ടുപിടിച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പ്രോപ്പർ കാരണങ്ങൾ കിട്ടിയാലാണ് നമുക്ക്, ഇപ്പോൾ കൈകൾക്കാണ് കാർപ്പൽ ടണൽ സിൻഡ്രം ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് എന്താണ് റീസൺ എന്നുള്ളത് കണ്ടുപിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് വീട്ടിൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇതിൽ ഒന്നാമതെന്ന് പറയുന്നത്, നിങ്ങൾ ബോഡി ഫുള്ളായിട്ട് മസാജ് ചെയ്ത് കുളിക്കുക എന്നുള്ളതാണ്. ഒരു നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണ എന്ന് പറയുന്നത് ഒന്ന് ധന്വന്തരം തൈലമാണ്, അതല്ലെങ്കിൽ മഹാമാഷ തൈലം ഉപയോഗിക്കാം. ഇത് നിങ്ങൾക്ക് ഒരു ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം ഇളം ചൂടോടുകൂടെ ബോഡി മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം ചൂടുവെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത് രണ്ടും, അതായത് മഹാമാഷ തൈലവും ധന്വന്തരം തൈലവും നിങ്ങളുടെ നെർവ്സിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി സഹായിക്കുന്നതാണ്. അതുപോലെ ഇത് നിങ്ങൾക്ക് ബോഡി ഫുള്ള് മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും ഓക്സിജൻ സപ്ലൈ ഒക്കെ നെർവ്സിലേക്ക് ധാരാളമായിട്ട് എത്തുകയും ചെയ്യും. ഇത് നെർവ്സിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് കൈകൾക്ക് മാത്രമാണ് ഇപ്പോൾ തരിപ്പ് അനുഭവപ്പെടുന്നത്, അവിടെ മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സുപ്തി തൈലം ഉപയോഗിക്കാവുന്നതാണ്. ഈ സുപ്തി തൈലം നിങ്ങൾക്ക് ദേഹം മൊത്തം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഏത് ഏരിയയിലാണോ നിങ്ങൾക്ക് തരിപ്പ് മരവിപ്പ് പോലുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നത് അവിടെ മാത്രം അപ്ലൈ ചെയ്യുക. ഇത് നിങ്ങൾ ദിവസം 2 നേരം അപ്ലൈ ചെയ്തിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിൽ കഴുകിക്കളയുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് അകത്തേക്ക് കഴിക്കാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ബല, അതായത് നമ്മുടെ കുറുന്തോട്ടിയാണ്. ഇത് നമ്മുടെ ഒരു നല്ലൊരു നെർവൈൻ ടോണിക്കാണ്. ഞാൻ ബലാരിഷ്ടത്തെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബല എന്ന് പറയുന്നത് നമ്മുടെ നെർവ്സിനെ വളരെയധികം ബൂസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നെർവ്സിൻ്റെ ഫങ്ഷൻസ് കൂട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. ഇത് നിങ്ങൾക്ക് പാൽക്കഷായമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് ആവശ്യമായിട്ടുള്ളത് ഒരു 10 ഗ്രാം ഇതിൻ്റെ വേരാണ്, കുറുന്തോട്ടി വേരാണ്. ഇത് നിങ്ങൾക്ക് 1 ഗ്ലാസ് പാലും അതുപോലെ തന്നെ 3 ഗ്ലാസ് വെള്ളവും ചേർത്ത് ഇളം തീയിൽ ചൂടാക്കി 1 ഗ്ലാസ് പാലാക്കി കുറുക്കിയെടുക്കുക.
ഇത് ഒരു കോമൺ ആയിട്ട് നമ്മുടെ നെർവ്സിനെ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് കഴിക്കാവുന്നതാണ്. ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് അശ്വഗന്ധ കഴിക്കാം, അതായത് അമുക്കുരം ഒരു ഗ്ലാസ് പാലിൽ, ഇളം ചൂടുള്ള പാലിൽ 1 സ്പൂൺ അശ്വഗന്ധ ചൂർണം, 1 ടീസ്പൂൺ അശ്വഗന്ധ ചൂർണം ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഇത് കഴിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതും നിങ്ങളുടെ നെർവ്സിനെ ശക്തിപ്പെടുത്താനും നെർവ് ഫങ്ഷൻസ് കൂട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് വളരെയധികം സിംറ്റംസ് ഉണ്ട്, വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടൊരു ഡോക്ടറെ കണ്ടിട്ട് ഇതിനുള്ള കോസ്, അതായത് റൂട്ട് കാരണം കണ്ടുപിടിക്കേണ്ടതാണ്. ഇപ്പം B12 നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അതൊരു ഇയർലി ഒരു പ്രാവശ്യമൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. B12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മറ്റു കാരണങ്ങളാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്